LNP റിനബിൾ സിസ്റ്റം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വേരിയബിൾ എയർ വോള്യൂമിൻ്റെ ടെർമിനൽ ബ്ലോക്സ് കൺട്രോളിനെ കുറിച്ചാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ ടെർമിനൽ ബ്ലോക്സ് കൺട്രോളറിനെ നമ്മൾ അപ്ലിക്കേഷൻ സ്പെസിഫിക് കൺട്രോളേഴ്സ് എന്ന് പറയും. ഇന്ന് നമ്മൾ ഇൻഡെപ്റ്റായിട്ട് നോക്കാൻ പോകുന്നത് സീമെൻസിൽ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻ സ്പെസിഫിക് കൺട്രോളേഴ്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അപ്ലിക്കേഷൻ 6624, അതായത് ഫാൻ അലോങ് വിത്ത് റീഹീറ്റ് ഓപ്പറേഷൻ. നിങ്ങൾ ഒരു പ്രവാസിയായിട്ട് ഗൾഫിൽ, ഒമാനിൽ, സൗദിയിൽ, UAE വർക്ക് ചെയ്യാൻ പോവാണ്. അതും ഓട്ടോമേഷൻ എസ്റ്റാബ്ലിഷ് ആയ ഒരു മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്സിലോ മെട്രോ സ്റ്റേഷൻസിലോ എയർപോർട്ട്സിലോ അതല്ലാതെ ഈ സ്റ്റോറേജ് യൂണിറ്റ്സ് ഉള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ അവിടെ ഉറപ്പായിട്ട് ഈ ഹീറ്റ് വെന്റിലേഷൻ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനെ കാണാൻ പറ്റും. അതിനും പ്രത്യേകിച്ച് വേരിയബിൾ എയർ വോള്യൂം യൂണിറ്റ്സിനെയും ഫാൻ കോയിൽ യൂണിറ്റ്സിനെയും നോക്കാൻ പറ്റും. ഓക്കെ, ഇന്ന് ഈ നോക്കാൻ പോണ ഈ VAVs ആൻഡ് FCUs കൺട്രോൾ ചെയ്യാനാണ് ഈ അപ്ലിക്കേഷൻ കൺട്രോളറായ ടെർമിനൽ ബ്ലോക്സ് കൺട്രോളർ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തിനാണ് ഈ കൺട്രോളിനെ കുറിച്ച് നമ്മൾ അറിയണം? അത് ഫസ്റ്റ് നമുക്ക് അറിയണം. ഈ പറഞ്ഞ വേരിയബിൾ എയർ വോള്യൂം യൂണിറ്റ്സ്, ഫാൻ കോയിൽ യൂണിറ്റ്സ് അലോങ് വിത്ത് ഹീറ്റിംഗ് അപ്ലിക്കേഷൻ പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ PLC പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ഡിജിറ്റൽ കൺട്രോളേഴ്സ് ADC വെച്ചിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ PLC ഇത്തിരി കൂടുതലാണ്, അതിനേക്കാളും ഇത്തിരി കുറവ് DDC കൺട്രോളേഴ്സ് ആണ്. പക്ഷേ ഈ അപ്ലിക്കേഷൻ സ്പെസിഫിക് കൺട്രോളേഴ്സ് നോക്കുമ്പോൾ ഇത് രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് വൈസും കുറവാണ്, പക്ഷേ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നമ്മുടെ അപ്ലിക്കേഷൻ കൂളിംഗ് മാത്രം പെർഫോം ചെയ്യണം, ചില പാരാമീറ്റേഴ്സ് മാത്രം മോണിറ്റർ ചെയ്യുന്ന അതിനുള്ള ചില അപ്ലിക്കേഷൻ സ്പെസിഫിക് കൺട്രോളേഴ്സ്, ടെർമിനൽ കൺട്രോളേഴ്സ് ഉണ്ട്. ഹീറ്റിംഗ് മാത്രം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് സെപ്പറേറ്റ് ഉണ്ട്. ഹീറ്റിംഗ് കൂളിംഗ് രണ്ടും പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനുണ്ട്. ഓക്കെ, അതേപോലെ ഫാൻ മാത്രം റണ്ണാവണം, റീഹീറ്റ് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനുള്ള സ്പെസിഫിക് അപ്ലിക്കേഷൻ ഉണ്ട്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ VAV എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ VAV ടെർമിനൽ ബ്ലോക്സ് കൺട്രോളേഴ്സ് കാണാൻ എങ്ങനെ ഉണ്ടാവും, ഓക്കെ, ഇത് എങ്ങനെ വർക്കാവും, ഇതിനെങ്ങനെ നമ്മൾ വയറിംഗ് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ഒരു ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ടെക്നീഷ്യനായിട്ടോ എഞ്ചിനീയറായിട്ടോ ബിൽഡിംഗ് ഓട്ടോമേഷൻ കൺട്രോൾ സിസ്റ്റം ടെക്നീഷ്യനായിട്ടോ എഞ്ചിനീയറായിട്ടോ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ വേരിയബിൾ എയർ വോള്യൂം യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റൂമിലെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ ഡാമ്പർ ആക്ച്വേറ്ററിനെ ഇലക്ട്രിക്കൽ ഡാമ്പർ ആക്ച്വേറ്ററും വെച്ചിട്ട് നമ്മൾ മോഡുലേറ്റ് ചെയ്യും. അതിനനുസരിച്ച് അവിടെ ഫ്ലോ ആവുന്ന എയർ ഫ്ലോനെ മോഡുലേറ്റ് ചെയ്യുന്നതിന് വെച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചറെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രത്യേകത അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിസൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ കംപ്രസർ കാരണം ഉണ്ടാവുന്ന വിയർ ആൻഡ് ടിയർ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ എനർജി കൺസപ്ഷനെ കുറയ്ക്കാൻ പറ്റും. ഫാൻ കാരണം ഉണ്ടാവുന്ന നോയ്സസിനെ കുറയ്ക്കാൻ പറ്റും. ഇതുകൂടാതെ പാസീവ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പെർഫോം ചെയ്യാൻ പറ്റും. എസ്റ്റാബ്ലിഷ്ഡോ, ഓക്കെ, എവിടെയൊക്കെ VAV കൺട്രോൾ അലോങ് വിത്ത് റീഹീറ്റ് ഓപ്പറേഷൻ, ഫാൻ കോയിൽ യൂണിറ്റ്സ് അലോങ് വിത്ത് റീഹീറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന അവിടെയൊക്കെ നമ്മൾ ഈ കൺട്രോളേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബിൽഡിംഗ് ഓട്ടോമേഷൻ സിസ്റ്റം ഒരു ബിൽഡിംഗിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ഒരു ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഒരു ബിൽഡിംഗിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതിൽ ഫീൽഡിൽ വേരിയബിൾ എയർ വോള്യൂം യൂണിറ്റ്സ്, ഹീറ്റിംഗ് ഓപ്പറേഷൻ, ഫാൻ കോയിൽ യൂണിറ്റ്സ്, ഹീറ്റിംഗ് ഓപ്പറേഷൻ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ ഈ കൺട്രോളേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഇത് മെട്രോ സ്റ്റേഷനിൽ നമുക്ക് കാണാൻ പറ്റും, എയർപോർട്ട്സിൽ കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ ടിപ്പിക്കൽ വ്യൂ. ഒരു വേരിയബിൾ എയർ വോള്യൂം യൂണിറ്റ് അലോങ് വിത്ത് റീഹീറ്റ് അപ്ലിക്കേഷൻ കൺട്രോൾ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ റീഹീറ്റ് ഓപ്പറേഷനെ ഹോട്ട് വാട്ടർ യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഇനി ചില സ്ഥലത്ത് തൈരിസ്റ്റ് പാനൽസ് വെച്ചിട്ട് ചെയ്യാം. തൈരിസ്റ്റ് പാനൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ പാനൽസ് ആണ്. ഇതിൽ നമ്മൾ ഹീറ്റർ സ്വിച്ചിനെ നമുക്ക് സ്റ്റേജ് 1, സ്റ്റേജ് 2 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ VAVയിൽ നമുക്ക് എയർ ഫ്ലോനെ മെഷർ ചെയ്യാൻ എയർ വെലോസിറ്റി സെൻസേഴ്സ്, എയർ ഫ്ലോ സെൻസേഴ്സ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ഓക്കെ, ഈ കൺട്രോളർ കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ബേസിക്കലി കൺട്രോളറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് റണ്ണാവാനുള്ള പവർ സപ്ലൈ, 24 വോൾട്ട് AC സപ്ലൈ, ഇതുകൂടാതെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. നോർമലി ഒരു ഫ്ലോറിൽ ചിലപ്പോൾ 10 VAVs ഉണ്ടാവും. സോ അപ്പോൾ ഇത് കൂടാതെ നമ്മൾ മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്സിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് വലിയൊരു സിസ്റ്റം ആർക്കിടെക്ചർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലൂപ്പിംഗ് ചെയ്യും. ഓക്കെ, ഒന്നിൽ മാസ്റ്റർ സ്ലേവ് പ്രോട്ടോകോൾ വെച്ചിട്ട് ഫസ്റ്റ് VAVനെ നമുക്ക് മാസ്റ്ററായിട്ടും അതിന് ശേഷം വരുന്ന എല്ലാ VAVസിനെയും നമ്മൾ സ്ലേവ് ആയിട്ടും വെച്ചിട്ട് ലൂപ്പിംഗ് ചെയ്യും. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ലൂപ്പിംഗ് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷൻ ടെർമിനൽസ് ആണ് ഇത്. ഇതിന്റെ ഫസ്റ്റ് ടെർമിനൽ, ഫസ്റ്റ് വയർ ബാക്ക്നെറ്റ് റൂട്ടേഴ്സിൽ നിന്നാണ് വരും. ത്രൂ ബാക്ക്നെറ്റ് റൂട്ടേഴ്സ് ആണ് നമ്മൾ സെർവറിന്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതുകൂടാതെ നമുക്ക് കമാൻഡ് ചെയ്യാനുള്ള ഡിജിറ്റൽ ഔട്ട്പുട്ട്സ് എല്ലാം ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ, ഓക്കെ, ഒരു അനലോഗ് ഇൻപുട്ടിനെ, അനലോഗ് വാല്യൂവിനെ മോണിറ്റർ ചെയ്യണം. അത് 4 to 20 milliamps ആയിട്ടിരിക്കാം, 0 to 10 volt ആയിട്ടിരിക്കാം. അതിനെ മോണിറ്റർ ചെയ്യാനുള്ള ടെർമിനൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഡ്രൈ കോൺടാക്ട്സിനെ മോണിറ്റർ ചെയ്യാൻ DI ഇൻപുട്സ് ഇതിലുണ്ട്. ഇതല്ലാതെ എന്തെങ്കിലും നമ്മൾ 4 to 20 milliamps കമാൻഡിങ് മോഡുലേറ്റിംഗ് ഔട്ട്പുട്ട്, ഓക്കെ, ത്രൂ ദ ഇലക്ട്രിക്കൽ സിഗ്നൽസ് 4 to 20 milliamps 0 to 10 volt
ഇതല്ലാതെ ഈ RT സ്പോർട്സിൽ മിക്കവാറും നമ്മൾ ഈ ടെമ്പറേച്ചർ സെൻസേഴ്സിനെ കണക്ട് ആക്കും. ഇതല്ലാതെ എന്തെങ്കിലും മോണിറ്ററിംഗ് പർപ്പസിന് ടച്ച് പാനൽസോ അല്ലെങ്കിൽ HMI സ്ക്രീൻസ് ഉണ്ടാവും. ഈ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടച്ച് പാനൽസിൽ 2 പ്രൊവിഷൻ ഉണ്ടാവും. അവിടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. ഇതാണ് ഇതിന്റെ ബേസിക് വ്യൂ. സോ ഇത് ഈ കൺട്രോളറിനെ നമ്മൾ പാനലിൽ മൗണ്ട് ചെയ്യാനുള്ള മൗണ്ടിങ് ഹോൾസും മൗണ്ടിങ് റേറ്റ്സിലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പവർ വയറിംഗ് നോക്കുമ്പോൾ ഹോട്ട് ടെർമിനലിനെ ഫേസിലും നമ്മുടെ കോൾഡ് ടെർമിനൽസിനെ ന്യൂട്രലിലും കണക്ട് ആകും. കമ്മ്യൂണിക്കേഷൻ പോസിറ്റീവ് നെഗറ്റീവിനെ പ്രോപ്പറായിട്ട് കണക്ട് ആക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ LED ഇൻഡിക്കേഷൻസ് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ട് എനർജീസ് ആണെന്ന് പറഞ്ഞാൽ ആ കൺസേൺ LED ഗ്ലോ ആവും. അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കൺസേൺ ഡിജിറ്റൽ ഔട്ട്പുട്ട് എനർജീസ് ആണ്. അതേപോലെ ട്രാൻസ്മിറ്റ് ആകുമ്പോൾ ആ TX എന്ന് പറയുന്ന LED ഗ്ലോ ഫ്ലാഷ് ആവും. അതേപോലെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഫീൽഡ് പാനൽസിൽ ഇരുന്ന് നമ്മുടെ കൺട്രോളിൽ റിസീവ് എന്ന് പറഞ്ഞാൽ RH എന്ന് പറയുന്ന ആ LED ഗ്ലോ ആവും. ഓക്കെ, അതേപോലെ ബേസിക് സാനിറ്റൈസർ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ആണോ ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കൺസേൺ LED ഓരോരോ സെക്കൻഡും ഓൺ ഓഫ് ആയിക്കൊണ്ടേയിരിക്കും, ലൈക്ക് ഹാർട്ട് ബീറ്റ് പൾസസ്. അപ്പൊ അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഈ VAV കൺട്രോളർ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ഉണ്ടായില്ല. ഈ LED ഇൻഡിക്കേഷനിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൺട്രോളറിൽ കാര്യമായിട്ട് ഇപ്പോൾ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതേപോലെ ഇതാണ് ഇതിന്റെ ഡൈമെൻഷൻസ്. ഒരു പാനൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇഞ്ചസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫിസിക്കൽ കണക്ഷൻസ് നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ എയർ വെലോസിറ്റി സെൻസറിന്റെ ട്യൂബ്സിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ ഏതെങ്കിലും ഒരു VAV ഫുൾ ടൈം ഓക്കുപ്പൈഡ് മോഡിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ഓട്ടോ സീറോ മോഡ്യൂളിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നേരത്തെ പറഞ്ഞ മാതിരി ഈ 6624 അപ്ലിക്കേഷന്റെ ഓൾഡ് വെർഷനാണ് 2024. 2024 എന്തൊക്കെ കൺട്രോൾസ് നമ്മൾ ചെയ്തോ അതെല്ലാം ഈ അഡ്വാൻസ് വെർഷനായ 6064 നമുക്ക് ചെയ്യാൻ പറ്റും. സോ 24 വോൾട്ട് സപ്ലൈ ഉണ്ടാവും. കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ ഫ്ലോ ലെവൽ നെറ്റ്വർക്ക് FLN ടെർമിനൽസ് ഉണ്ടാവും. ഇതുകൂടാതെ ഡാംപർ ആക്ച്വേറ്റേഴ്സ് കണക്ട് ചെയ്യാനുള്ളത്. അതേപോലെ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഓപ്പറേഷനായ സ്റ്റേജ് 1, 2 and 3 പെർഫോം ചെയ്യുന്ന D0, 3, 4, 5 ടെർമിനൽസ്. ഇതുകൂടാതെ ഫാനിനെ കമാൻഡ് ചെയ്യാനുള്ള D06 ടെർമിനൽ. ഇതല്ലാതെ റൂം ടെമ്പറേച്ചർ സെൻസർ കണക്ട് ആക്കാനുള്ള പോർട്സ്. ഇതെല്ലാമേ നമുക്ക് ഇതിൽ നോക്കാം. യഥാർത്ഥ നമ്മുടെ ആപ്ലിക്കേഷൻ ഇന്ന് നമ്മൾ നോക്കിയത് 664 ആണ്. ഇതിൽ ഈ വരുന്ന സപ്ലൈ ആറിനെ ഡാംപറിനെ കൺട്രോൾ ചെയ്യാനുള്ള മോഡലിംഗ് ഡാംപർ ആക്ച്വേറ്ററിന് നമ്മൾ D01 ടെർമിനൽസിൽ നിന്നാണ് നമ്മൾ കമാൻഡ് ചെയ്യുന്നത്. ഇതുകൂടാതെ ഇലക്ട്രിക്കൽ റീഹീറ്റ് ഓപ്പറേഷൻ D0, 3, 4, 5 നമ്മൾ കമാൻഡ് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ ഫാനിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഓൺ ഓഫ് ചെയ്യാൻ ഫാൻ കോൺടാക്ട്സിനെ കമാൻഡ് ചെയ്യാൻ നമ്മൾ D06 ടെർമിനൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ റൂം ടെമ്പറേച്ചർ സെൻസർ കണക്ട് ആക്കാനുള്ള RTS പോർട്സ് ആണത്. ഇത് കൂടാതെ ഈ എയർ വെലോസിറ്റി സെൻസറിൽ വരുന്ന എയർ ഫ്ലോനെ മെഷർ ചെയ്യാനുള്ള ട്യൂബിംഗ് കണക്ഷൻസിനെയും നമ്മൾ ഈ കൺട്രോളറിൽ കൊടുക്കാൻ പറ്റും. സോ ഈ അപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സീരീസ് ഫാൻ വിത്ത് 3 സ്റ്റേജ് ഇലക്ട്രിക് ഹീറ്റ് ഓപ്പറേഷൻ. ഇതാണ് ഇതിന്റെ വയറിംഗ് കണക്ഷൻസ്. പവർ വയറിംഗ്, കമ്മ്യൂണിക്കേഷൻ വയറിംഗ്, ഡാംപർ ആക്ഷന്റെ കണക്ഷൻ, ഇലക്ട്രിക് ഹീറ്റിന്റെ സ്റ്റേജ് 1, 2, 3 കണക്ഷൻസ്, ഫാനിന്റെ കണക്ഷൻ, റൂം ടെമ്പറേച്ചറിന്റെ കണക്ഷൻ. ഇതുകൂടാതെ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് സിഗ്നൽ ഡിജിറ്റൽ ഇൻപുട്ട് സിഗ്നൽ കിട്ടണമെന്നാണ് അതിനുള്ള റൈറ്റ് കോൺടാക്റ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ വയറിംഗ് കണക്ഷൻസ്. നമുക്ക് കിട്ടുന്ന ഹൈ വോൾട്ടേജ് സപ്ലൈനെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ചിട്ട് 24 വോൾട്ട് AC കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ബാറ്ററിയിൽ നിന്ന് വരുന്ന കമ്മ്യൂണിക്കേഷൻ ലൂപ്പിംഗ് വയർ ഇതിൽ കണക്ട് ആക്കും. ഇതുകൂടാതെ എന്തെങ്കിലും നമ്മൾ ലൂപ്പിംഗ് പെർഫോം ചെയ്യുന്നത് പറഞ്ഞാൽ ഇതേ ടെർമിനൽസിന്റെ പോസിറ്റീവും നെഗറ്റീവും കൺസേൺഡ് സ്ലേവ് കൺട്രോളേഴ്സിന് പോകും. ഇതല്ലാതെ ഈ ഇലക്ട്രിക്കൽ ആക്ച്വേറ്റർ നമ്മൾ D01 ടെർമിനലിൽ കണക്ട് ആക്കും. അതേപോലെ ഫാൻ കോയിൽ യൂണിറ്റ്സിനെ നമുക്ക് D06 കണക്ട് ആക്കാം, അതിന്റെ കോൺടാക്ട്സിനെ. ഇത് കൂടാതെ ഈ ഇലക്ട്രിക്കൽ ഹീറ്റേഴ്സിനെ സ്റ്റേജ് 1, സ്റ്റേജ് 2 ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി D0, 3 and 4 ടെർമിനൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ സെൻസറിനെ നമ്മൾ Cat6 കേബിൾ വഴിക്ക് RTS പോർട്സിൽ കണക്ട് ആക്കും. ഇത് DDC കൺട്രോളറിന്റെ ഒരു ബേസിക് ഡയഗ്രാം ആണിത്. സോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഓട്ടോ സീറോ മോഡൽ കാണാൻ ഇങ്ങനത്തെ ഉണ്ടാവും. ഏതെങ്കിലും ഒരു VAVനെ ഫുൾ ടൈം ഓക്കുപൈഡ് മോഡിൽ നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഈ ഓട്ടോ സീറോ മോഡൽ യൂസ് ചെയ്യണം. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഫാൻ കോയിൽ യൂണിറ്റ്സിന്റെ ഒരു ഗ്രാഫിക്സ്. ഓക്കെ, ഗ്രാഫിക്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കുറേ ഡിസൈനിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ബേസിക് ആയിട്ട് യാതൊരു ഗ്രാഫിക്സ് നിങ്ങൾ ഉണ്ടാക്കിയാലും അതിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞേക്കാം. എന്ന് പറഞ്ഞിരിക്കും. ഇത് കൂടാതെ റൂം ടെമ്പറേച്ചർ സെറ്റ് പോയിന്റ് ഇരിക്കണം. യഥാർത്ഥ റൂം ടെമ്പറേച്ചർ എന്താണെന്ന് കാണിക്കണം. അതേപോലെ ഹീറ്റിംഗ് സെറ്റ് പോയിന്റ് എന്താണ്, കൂളിംഗ് സെറ്റ് പോയിന്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിക്കണം. ഇതല്ലാതെ റിട്ടേൺ ലൈൻ വരുന്ന ഇലക്ട്രിക് ആക്ച്വേറ്ററിന്റെ കമാൻഡും ഫീഡ്ബാക്കും കാണിക്കണം. അതേപോലെ ഫാനിന്റെ യഥാർത്ഥ സ്റ്റേറ്റസ്, ഓൺ സ്റ്റേറ്റസ് ആണ്, ഓഫ് സ്റ്റേറ്റസ് ആണെന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കണം. അതേപോലെ ഇപ്പോൾ ഒരു വേരിയബിൾ എയർ വോളിയം യൂണിറ്റ് ആണെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് നമ്മൾ ഏതൊരു ഈ HVAC ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏതൊരു റൂമിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന VAVസിനെ നമുക്ക് ഫുൾ കമ്മീഷനിങ് എപ്പോൾ ചെയ്യാൻ കഴിയും. ഫസ്റ്റ് നമ്മൾ
അവിടെ എയർ ബാലൻസിങ് ചെയ്യണം. അപ്പോൾ എയർ ബാലൻസിങ് ചെയ്യുമ്പോൾ മിനിമം ലിറ്റേഴ്സ് പെർ സെക്കൻഡിൽ അവിടെ ഫ്ലോ ആവുന്ന എയർ ഫ്ലോ എന്താണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കിട്ടിയാൽ അതും വെച്ചിട്ട് നമുക്ക് ആ ഡാംപറിന്റെ മിനിമം ഈ പൊസിഷനിൽ വോൾട്ടേജ് എന്താണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ മാക്സിമം എയർ ഫ്ലോ ഇൻ ലിറ്റേഴ്സ് പെർ സെക്കൻഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മാക്സിമം ഓപ്പണിംഗ് പൊസിഷൻ ആ ഡാംപറിനെ നമ്മൾ എത്ര വോൾട്ടേജ് കൊടുത്താൽ അത് മാക്സിമം ഓപ്പണിംഗ് പൊസിഷൻ ഉണ്ടാവുന്ന പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിന്റെ ചെയ്തിട്ട് പെർസെന്റേജിൽ കാണിക്കാം. അതേപോലെ ഡാംപറിന് കമാൻഡ് എത്ര കൊടുത്തിട്ടുണ്ട് അത് ഈക്വലിന്റെ ഫീഡ്ബാക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാൻ പറ്റും. ഇത് കൂടാതെ ഹീറ്ററിന്റെ കമാൻഡ് നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അതിൽ കാണിക്കണം. ഹീറ്റർ ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ള കാര്യങ്ങൾ. യഥാർത്ഥ ടെമ്പറേച്ചർ, അതേപോലെ സെറ്റ് പോയിന്റ് ടെമ്പറേച്ചർ, ഓക്കുപ്പൻസി മോഡിൽ എന്താണ്, ഹീറ്റിംഗ് സെറ്റ് പോയിന്റ് എന്താണ്, കൂളിംഗ് സെറ്റ് പോയിന്റ് എന്താണ്, ഇങ്ങനെ സകല കാര്യങ്ങളും നമുക്ക് ഇതിൽ കാണിക്കാം. ഇതാണ് യഥാർത്ഥത്തിൽ സൈറ്റിൽ ഇൻസ്റ്റാൾ ആയിട്ടുള്ള നമ്മുടെ PAVസും യൂണിറ്റ്സിന്റെ റിയൽ ടൈം ഫോട്ടോസ് ആണ്. നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. എയർ ഫ്ലോ സീക്വൻസ് മാത്രം പെർഫോം ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഹീറ്റിംഗ് ലൂപ്പ് ഔട്ട് 0-ലിരിക്കുമ്പോൾ ഫ്ലോവും 0 ഉണ്ടാവും. 25%-ലിരിക്കുമ്പോൾ ഫ്ലോ 50% ഇരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50% ആണെങ്കിൽ 100% ഫ്ലോ ആയിരിക്കും. അത് 75% ആണെങ്കിൽ ടോട്ടൽ സൈക്കിൾ 10 മിനിറ്റ്സ് ഇരിക്കും. അതിൽ 5 മിനിറ്റ്സ് ഓൺ ഓപ്പറേഷനും 5 മിനിറ്റ്സ് ഓഫ് ഓപ്പറേഷനും പെർഫോം ആകും. അത് 100% ആണെങ്കിൽ ഫുൾ ടൈം ഓൺ ആയിരിക്കും. അതേപോലെ ഈ എയർ ഫ്ലോ അലോങ് വിത്ത് ഹീറ്റ് സീക്വൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ നോക്കിയ മാതിരി 0-ൽ 0, 50-ൽ 50% ഫ്ലോ, 100-ൽ 100% ഫ്ലോ, അത് 0%-ൽ ഓഫും ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് 50%-ൽ ഹീറ്റിങ്ങിനെ 5 മിനിറ്റ്സ് ഓൺ ചെയ്യണം ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ എയർ ഫ്ലോ സീക്വൻസ് ഫസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഹീറ്റിങ്ങിനെ ഓവർലാപ്പ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് പെർഫോം ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ എയർ ഫ്ലോനെ ഫിക്സ് ആയിട്ട് വെച്ചിട്ട് ഹീറ്റിങ്ങിനെ മാത്രം മോഡുലേറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് മിനിമം ഫ്ലോ എത്രയാണ്, മാക്സിമം എയർ ഫ്ലോ എത്രയാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ടാണ് നമ്മൾ ആ പെർസെന്റേജിൽ ആ ഫ്ലോ സെറ്റ് പോയിന്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈ അപ്ലിക്കേഷൻ 6624ന്റെ ഡേറ്റാബേസ് പോയിന്റ്സ് നമുക്ക് നോക്കുമ്പോൾ അതിന്റെ ഒബ്ജക്ട് നെയിം, ഓക്കെ, അതിന്റെ ഒബ്ജക്ട് ഇൻസ്റ്റൻസ് എന്താണ്, അതേപോലെ ഒബ്ജക്ട് റേഞ്ച് നമുക്ക് നോക്കി നമുക്ക് മനസ്സിലാക്കി എടുക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ അവിടെ കിട്ടുന്ന പൾസസിനെ പ്രോപ്പറായിട്ട് നമുക്ക് നോക്കി ഏത് സ്കെയിലിംഗ് ചെയ്യാൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇതുകൂടാതെ പ്രോഗ്രാമിംഗ് ചെയ്യാനും ഈ പോയിന്റ്സ് നമുക്ക് യൂസ് ആവും. അതേപോലെ ക്രിട്ടിക്കൽ അലാറംസ് VAVസിൽ നോക്കുമ്പോൾ ടെമ്പറേച്ചർ കട്ട് ഓഫ് അലാറം, കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ അലാറം, മാഗ്നറ്റ് റൂട്ടർ കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ അലാറം, ടെമ്പറേച്ചർ ഡീവിയേഷൻ അലാറം അലോങ് വിത്ത് 60 സെക്കൻഡ്സ് ടൈമിൽ. ഇത് കൂടാതെ നമ്മൾ ഒരു ഫാൻ കോയിൽ യൂണിറ്റിൽ കുറെ അലാറംസും നമുക്ക് എടുക്കാൻ പറ്റും. ഇത് കൂടാതെ ഈവൻസ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഫാൻ ഫെയിലിയർ അലാറം, ഹൈ ടെമ്പറേച്ചർ കട്ട് ഓഫ് അലാറം, കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ അലാറം, മാഗ്നറ്റ് റൂട്ടർ കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ അലാറം, ടെമ്പറേച്ചർ ഡീവിയേഷൻ അലാറം അലോങ് വിത്ത് 60 സെക്കൻഡ്സ് ടൈമിൽ, ഫാൻ കോയിൽ യൂണിറ്റ്സിന്റെ എനേബിൾ ഇവന്റ്, ഡിസേബിൾ ഇവന്റ്, അതുപോലെ ഹീറ്റർ സ്റ്റാർട്ടിംഗ് ഇവന്റ്, സ്റ്റോപ്പ് ഇവന്റ്. നന്ദി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. നിങ്ങൾ ഇതേപോലെ കുറേ കാര്യങ്ങൾ അറിയണം. ഓട്ടോമേഷൻ റിലേറ്റഡ്, ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ട്, ബിൽഡിംഗ് ഓട്ടോമേഷൻ കൺട്രോൾ സിസ്റ്റം റിലേറ്റഡ് ആയിട്ട്, ഓക്കെ, ഹീറ്റ് വെന്റിലേഷൻ എയർ കണ്ടീഷനിങ് സിസ്റ്റമിൽ യൂസ് ചെയ്യുന്ന എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്സ്, വേരിയബിൾ എയർ വോളിയം യൂണിറ്റ്സ്, ഫാൻ കോയിൽ യൂണിറ്റ്സ്, ബിൽഡിംഗ് ഓട്ടോമേഷൻ കൺട്രോൾ സിസ്റ്റം പോയിന്റ് ഓഫ് വ്യൂ കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഓക്കെ, ഞങ്ങൾ സോളാർ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ് ആപ്ലിക്കേഷൻ ഡിസൈൻ, ഇൻസ്റ്റാളേഷൻ, ടെസ്റ്റിംഗ്, സപ്പോർട്ട്സ് കൊടുക്കാറുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾ ബേസിക്സിനെ കുറിച്ച് അറിയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആക്സസ് കൺട്രോൾ സിസ്റ്റത്തിന് ഡിസൈൻ, ഇൻസ്റ്റാളേഷൻ, ടെസ്റ്റിംഗ്, ട്രെയിനിങ് സപ്പോർട്ട്സ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. വളരെ കൺസൾട്ടൻറ്റ് സപ്പോർട്ട് നിങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നന്ദി.